ഇന്നത്തെ റെസിപ്പി കിണ്ണത്തപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മാവ് ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ തരി പാടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കൂടി നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രമൊക്കെ സെറ്റാക്കി വെക്കാവുന്നതാണ്. കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. എൻ്റെ ഇഡ്ഡലി പാത്രത്തിനകത്ത് കൊള്ളുന്ന സൈസിനുള്ള പാത്രം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്ത് വെക്കാവുന്നതാണ്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത്രത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്കൊരു 3 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് 20-25 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മുകൾ ഭാഗം ഡ്രൈ ആയിട്ടിരിക്കുന്നത് പോലെ ആയിരിക്കും തോന്നുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം കേക്കിൻ്റെ പാത്രം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഈ ബാറ്ററിലേക്ക് ആവി എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുകൾ ഭാഗം ഡ്രൈ ആയിട്ടിരിക്കുന്നത്. പക്ഷെ നല്ല കിണ്ണത്തപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്